പൊന്നാര നാസം ഞാൻ രക്ഷപ്പെട്ടിവിടെ എത്തിയാണ്. അങ്ങനെയാണെങ്കിൽ കെട്ടി വലിക്കാനുള്ള സാധനങ്ങൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. വേറെ ഒരു ടൂളേ വെച്ചിട്ടില്ല. ആരാണ് നമ്മളെ പറ്റിക്കുന്നത് മനസ്സിലാവുന്നില്ല. പഞ്ചീവിയുടെ സർവീസിൽ കാര്യമായ പ്രശ്നമുണ്ട്. നമസ്കാരം. ചെന്നൈ ട്രിപ്പ് കഴിഞ്ഞ് ഞാൻ വണ്ടിയുടെ 3ാമത്തെ വീൽ അലൈൻമെന്റ് ചെയ്തു. അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ്. അപ്പൊ ഇതില് തിരിച്ച് ചെന്നൈയിൽ എത്തിയത് ഏകദേശം രാത്രി 2:30 മണിക്കാണ്. അപ്പൊ ആ സമയത്ത് വണ്ടി നേരെ വന്നിട്ട് ഓഫാക്കിയിട്ട് പിന്നെ പിറ്റേന്ന് ഞാൻ എടുത്ത് നോക്കുമ്പോൾ രാവിലെ നമ്മളെ ഈ ടയർ ഇൻഫർമേഷനിൽ വെഹിക്കിൾ ഇൻഫർമേഷനിൽ ഒരു മെസ്സേജ് നമ്മുടെ ബാക്ക് സൈഡിലെ പിന്നെ റൈറ്റ് സൈഡിലെ ടയറിൽ ഒരു വർഷം കാറ്റ് കുറവുണ്ട്. സ്വാഭാവികമായിട്ട് ലോങ് പോയി വന്നതല്ലേ, കുറവുണ്ടാവാം. നേരെ നമ്മളെ പടപ്പറമ്പ് ബാബാസ് പോയി ടയറൊക്കെ ചെക്ക് ചെയ്ത്. അപ്പോൾ എയർ ചെക്ക് ചെയ്തപ്പോൾ നാസർ പറഞ്ഞത്, പക്ഷെ ഇത് കുറച്ച് കാറ്റ് കുറവുണ്ടല്ലോ, ഒന്ന് ചെക്ക് ചെയ്യണം, ചിലപ്പോൾ പഞ്ചർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാൻ അവിടെ പറഞ്ഞു, പൊന്നാര നാസർ ഞാൻ രക്ഷപ്പെട്ടിവിടെ എത്തിയാണ്. അങ്ങനെയാണെങ്കിൽ പഞ്ചറാണെങ്കിൽ. കാരണം എന്താ വെച്ചാലേ പിന്നെ രാത്രി നട്ടപ്പതിരാക്കാണ്. ഇതിലാണെങ്കിലോ ടയറില്ലല്ലോ, സ്റ്റെപ്പിന് ടയറില്ലല്ലോ. പഞ്ചീവിക്ക് സ്റ്റെപ്പിന് ടയറില്ലല്ലോ, പഞ്ചർ കിറ്റല്ലേ ഉള്ളൂ. ആകെ കുടുങ്ങിയിരുന്നു പറഞ്ഞു നോക്കുമ്പോ ബാക്ക് ടയർ നല്ലൊരു ആണി, ഈ വലുപ്പത്തിലൊരു ആണി കയറി കിടക്കുന്നു. എന്തോ ഭാഗ്യം കൊണ്ട് നാട്ടിലെത്തി കിട്ടിയത്. അങ്ങനെ ആ പഞ്ചർ അടച്ചു. പഞ്ചർ കഴിയുമ്പോൾ നിർത്തിയാണ്ട് അടച്ച്. പക്ഷെ കുറച്ച് അത്യാവശ്യം നല്ല വലിയ ആണി കേട്ടോ. അപ്പൊ ഞാന് ഇത് കണ്ടപ്പോഴേ എനിക്ക് നേരത്തെ പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു, ടയർ സ്റ്റെപ്പിന് ടയർ നിർബന്ധം കേട്ടോ. ഇപ്പൊ അതെല്ലാം കിറ്റൊക്കെ എടുത്ത് പഠിച്ച് നോക്കട്ടെ, ഒരു വീഡിയോ കണ്ട് പഠിക്കട്ടെ എങ്ങനെയാണ് ഇത് സെറ്റ് ചെയ്യാന്നുള്ളത്. കാരണം നട്ടപാരൊക്കെ എടുത്തൊരു പഞ്ചറായി കഴിഞ്ഞാൽ കിറ്റ് എടുത്ത് സംഭവം ശരിയാക്കി പോരണല്ലോ അവിടുന്ന്. അപ്പൊ ഞാൻ അപ്പൊ തന്നെ ബാപ്പുവിനോട് പറഞ്ഞു, ബാപ്പുവോ ഒരു ടയർ എനിക്ക് പഞ്ചിന്റെ ടാറ്റനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ നോക്കി വെക്കാന്ന് പറഞ്ഞിട്ട് കിട്ടിയാൽ റെഡിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ ഈ വീഡിയോയില് പറയുന്നൊരു കാര്യം തന്നെ, ആരെങ്കിലും കയ്യിൽ ഇപ്പൊ നേരത്തെ വീഡിയോ കണ്ടിരുന്നു ഒരാൾക്ക് 4 ടയർ ഇതേമാതിരി പിന്നെ പഞ്ച് ഇവിയുടെ തന്നെ അലോയ് വീലാക്കിയ സമയത്ത് അത് മാറ്റിയിട്ട് കിട്ടിയെന്ന ഒരു വീഡിയോ 4 കൊടുത്തൊരു വീഡിയോ കണ്ടിരുന്നു. അപ്പൊ അതോടെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് വെച്ചാൽ, ഏതെങ്കിലും പഞ്ചിന്റെ ആളുകൾ നിങ്ങളുടെ ഡിസ്ക് മാറ്റാൻ വേണ്ടിയിട്ട് അലോയ് വീല മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്ത ടയറോ ഡ്രമ്മോ ഉണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ചെയ്യുക. സെയിം വണ്ടിന്റെ കിട്ടിയ ഏറ്റവും നല്ല അതാണ്. വേറെ വെച്ചാൽ ഇപ്പൊ ആ ഒരു ക്ലിയർ കിട്ടില്ല. മറ്റൊരു കാര്യം, ഇതിന്റെ ഈ ഡിക്കിൽ നിന്ന് നോക്കുന്നത് എന്താണ് ഇതൊക്കെ സംഭവം. ഇത്രയും ഈ വണ്ടിക്ക് നിർബന്ധമായും തരേണ്ട ടൂൾസുകളുടെ പിന്നെ പൊസിഷനാണ് ഇതൊക്കെ. ഒരാകെ തന്ന എന്താ ഇത് ഈ ടോയിന്റെ ഈ പിന്നെ കെട്ടിവലിക്കാനുള്ള സാധനം സെറ്റാ. ടോയ് അയാളെ ടൂൾസുകൾ തന്നിട്ടുണ്ട്. എന്താ കാരണം ഓർക്കറിയാം അത് നിർബന്ധമാണ്, വലിക്കേണ്ടി വരും നിർബന്ധമാണ്. അപ്പൊ അതും കൂടെ ഈ കുടുങ്ങുമല്ലോ. അതുകൊണ്ട് കെട്ടി വലിക്കാനുള്ള സാധനങ്ങൾ സെറ്റാക്കി തന്നിട്ടുണ്ട്. വേറെ ഒരു ടൂളേ വെച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം ഗ്രൂപ്പിൽ ഒരാൾ പറഞ്ഞു ഈ വിഷയത്തിൽ പിന്നെ ഇവരെ ടാറ്റയ്ക്ക് വിളിച്ചപ്പോൾ വണ്ടിനെ കൂടെ തന്നിട്ടുണ്ടല്ലോ എന്നാണ് അവർ പറയുന്നത്. ഈ വിഷയത്തിൽ എനിക്ക് ടാറ്റ പിന്നെ ഈ ഷോപ്പിനോട് പറയാനുള്ളത്, സർവീസ് സെന്ററിനോട് പറയാനുള്ളത്, നിങ്ങൾ ഇത് സത്യത്തിൽ തരാതിരിക്കുകയാണോ? ടാറ്റ ഞങ്ങൾക്ക് അനുവദിച്ച ഈ ടൂൾസുകൾ നിങ്ങൾ തരാതിരിക്കുകയാണോ ചോദിച്ചാൽ പറയും, അങ്ങനെ ഒന്നും വരുന്നില്ല, ടാറ്റന്റെ കൂടെ അങ്ങനെ ഒന്നും, ഈ പഞ്ചീവിന്റെ കൂടെ അങ്ങനെ ഒന്നും വരുന്നില്ല എന്നാണ് എല്ലാ ഇവിടെ സെയിൽസ് സ്റ്റാഫും പറയണത്. പക്ഷെ എനിക്ക് സംശയമുണ്ട്. കാരണം ടാറ്റയിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നു ആ വണ്ടിന്റെ കൂടെ ഉണ്ടല്ലോ എന്ന് പറയുന്നു, എന്നാൽ അവിടെ വരുമ്പോഴോ വണ്ടിന്റെ കൂടെ ഇല്ലല്ലോ. അപ്പൊ ഇതിൽ എന്താണ് ഇതിൽ ശരി മനസ്സിലാവും, ആരാണ് നമ്മളെ പറ്റിക്കുന്നത് മനസ്സിലാവുന്നില്ല. അല്ലെങ്കിൽ ആ ഇതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ പഴയ പഞ്ചിന്റെ സാധനമൊക്കെ ഒഴിവാക്കിയിട്ട് ആ സ്പേസ് ഒക്കെ ഒഴിവാക്കിക്കളി, ടയർ വെക്കാനുള്ള സ്പേസ് ഒക്കെ ഒഴിവാക്കിക്കളി. ഇത് സ്പേസ് ഒക്കെ ഉണ്ടായിരുന്നു, ഒരു വീലും ഒരു ഇതും വെക്കണേ എത്ര ഡ്രം എത്ര പേരെ കൂടാ, ആ പഞ്ചിനാണ് തിന്നൂടെ കൂടെ. ഇനിയിപ്പോൾ ഞങ്ങൾ ഇങ്ങനെ തെരഞ്ഞു പിടിച്ച് നടന്ന് വാങ്ങി അതിൽ വെക്കാനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ, അങ്ങനെ സമാധാനം ഉണ്ട്. ആ സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് ടയർ വാങ്ങി വെക്കാം. അപ്പൊ എന്തായാലും പിന്നെ സ്റ്റെപ്പിന് വാങ്ങൽ നിർബന്ധമാണ്. അല്ലെങ്കിൽ രാത്രിയൊക്കെ ഇങ്ങനെ കുടുങ്ങുമ്പോഴേ പണി കിട്ടും, വഴിയിൽ കിടക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് വീൽ അലൈൻമെന്റ് ചെയ്തു. 12,000 ഉള്ളത് പിന്നെ സംതിങ് ചെയ്യേണ്ടത് 13,000 ചെയ്തത്. അപ്പൊ അത് ചെയ്ത് ഇപ്പൊ ഞാൻ അങ്ങനെ മനസ്സിലാക്കിയെന്ന് വെച്ചാലേ, ഈ ടയർ തേയ്മാനത്തെ കുറിച്ച് പലരും ചോദിക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഇന്നലെ ശരിക്കും ചെക്ക് ചെയ്ത് ഞങ്ങൾ ഈ ഒരു പരാതി ഉള്ളതുകൊണ്ട് തന്നെ 13,000 കിലോമീറ്റർ ഓടി, പക്ഷെ ടയറിന് അങ്ങനെ കാര്യമായ ഒരു തേയ്മാനമൊന്നും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 45-50 കിലോമീറ്റർ 50,000 കിലോമീറ്റർ കിട്ടുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ. എന്തായാലും നമുക്ക് വഴിയെ കാണാലോ, മോശമാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്, ടയർ തേയ്മാനം ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇപ്പൊ ഇത്രയും പോയിട്ട് 13,000 പോയിട്ടും അതിന് അറിയുന്ന രീതിയിലൊരു തേയ്മാനം അതിന് വന്നിട്ടില്ല. രണ്ടാമത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് വെച്ചാൽ, ഈ പലരും ഇപ്പോ വണ്ടി കഴിഞ്ഞ വീഡിയോ ഒക്കെ കഴിഞ്ഞപ്പോൾ കുറെ ആൾക്കാർ വിളിക്കുന്നു, മെസ്സേജ് ചെയ്യുന്നു. സംഭവം എന്ന് വെച്ചാൽ ടാറ്റ കിട്ടാത്തൊരു വിഷയം പറഞ്ഞല്ലോ, പലരും പിന്നെ കിയന്റെ പുതിയ ബ്രാൻഡിലേക്കൊക്കെ പോകുന്നുണ്ട്. പക്ഷെ അവർ അന്വേഷിച്ചിട്ട് അതിനോട് പറഞ്ഞതെന്ന് വെച്ചാൽ വണ്ടി കുഴപ്പമൊന്നുമില്ല, നല്ല വണ്ടിയാണ്, പക്ഷെ റേറ്റ് ആണ് പ്രശ്നം. ഒരിക്കലും പഞ്ചിനോട് നമുക്ക് ഈ സിറോസിന് നമുക്ക് പിന്നെ താരതമ്യം ചെയ്യാൻ പറ്റില്ല, പഞ്ചിനോട് താരതമ്യം പറ്റില്ല. എന്നാൽ വില നമ്മൾ ഭയങ്കര വ്യത്യാസം, ഒരു 2-3 ലക്ഷം എന്തായാലും മാറ്റാണ്. അത് ബേസിക് ആയാൽ പോലും, ഇതിന്റെ ഫുൾ ഓപ്ഷനും അതിന്റെ ബേസിക് എടുത്താൽ പോലും ലക്ഷങ്ങളുടെ മാറ്റാണ് കാണുന്നത്. പിന്നെ നെക്സോൺ ആണെങ്കിൽ ഓക്കെ, നെക്സോണും സിറോസും തമ്മിൽ താരതമ്യം ചെയ്യാം, അത് ഒരേ ടൈപ്പ് വണ്ടികളാണ്. അതേമാതിരി വിൻസറൊക്കെ ഏകദേശം താരതമ്യം ചെയ്യാം. ഒന്നത് പിന്നെ ഈ
വീഡിയോയിൽ കുറെ കമന്റ്സ് വരുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ എന്റെ വീഡിയോയിൽ ഇന്ന് വരെ ഒരു വീഡിയോയിൽ പോലും നിങ്ങൾ ഈ വീഡിയോ ആർക്കെങ്കിലും ഷെയർ ചെയ്യുന്നോ സബ്സ്ക്രൈബ് ചെയ്യുന്നോ ഞാൻ പറയാറില്ല. ഒരാളോട് ഞാൻ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയില്ല. കാരണം എനിക്ക് ഈ സബ്സ്ക്രൈബറുടെ എണ്ണം കൂട്ടിയതുകൊണ്ടോ ഫോളോവേഴ്സിന്റെ എണ്ണം കൂട്ടിയതുകൊണ്ടോ വ്യൂസ് കൂടിയതുകൊണ്ടോ എനിക്ക് ആ ഒരു നേട്ടം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഞാൻ ചെയ്യുന്ന വീഡിയോസ്, ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് മുഴുവൻ എന്റെ സ്വന്തം വണ്ടിയുടെ വീഡിയോസ് ആണ്. ഞാൻ മറ്റൊരു ബ്രാൻഡിന്റെ വീഡിയോ പോലും ചെയ്തിട്ടില്ല. വേറെ ഒരു വണ്ടിയുടെ വീഡിയോ ചെയ്തിട്ടില്ല. വെറും ഈ പഞ്ചീവി, ഞാൻ ഉപയോഗിക്കുന്ന പഞ്ചീവിയുടെ എന്റെ അനുഭവങ്ങൾ മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ളത്. അത് തംബ്നെയിലിൽ പറയുന്നുണ്ട്, കാണുന്നവർക്ക് കാണാം. രണ്ടാമത് പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വിഷയം എന്ന് വെച്ചാൽ, ഇപ്പൊ ഈ പഞ്ചീവിന്റെ നെഗറ്റീവുകളെ കുറിച്ച് പറയുന്നുണ്ട്. സർവീസിൽ നല്ല പ്രശ്നമുണ്ട് കേട്ടോ, ഒരു സംശയമില്ല. പഞ്ചീവിയുടെ സർവീസിൽ കാര്യമായ പ്രശ്നമുണ്ട്. സർവീസ് എന്ന് പറയുന്നത് സത്യത്തിൽ ഈ ടാറ്റക്കാരൊക്കെ ശരിക്കും കൊണ്ടേക്കണം മറ്റ് ബ്രാൻഡിലെ സർവീസ് സെന്ററിൽ കൊണ്ടേക്കണം അവരൊക്കെ ഒന്ന് പിന്നെ പരിശോധിപ്പിക്കണം. അവർ കാണിച്ചു കൊടുക്കണം എന്താണ് എങ്ങനെയാണ് സർവീസിങ്ങിന്റെ ഈ കസ്റ്റമേഴ്സിന്റെ ഇടപെടൽ എന്നുള്ളത്. ഇത് എന്റെ അഭിപ്രായം തന്നെ, എന്റെ അനുഭവം അല്ല കേട്ടോ. എന്നോട് ഇത് പറയണമെന്ന് പറഞ്ഞിട്ട് മാഷ് ഈ വീഡിയോയിൽ ഈ സർവീസിന്റെ പ്രശ്നം പറയണമെന്ന് പറഞ്ഞ് പലരും മെസ്സേജ് അയക്കുന്നതുകൊണ്ട് ഞാൻ പറയുന്നതാണ്. അവർ പേഴ്സണലായിട്ട് വിളിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ ഗ്രൂപ്പിൽ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വിഷയമുണ്ട് മാഷേ എന്ന് പറഞ്ഞ് പറയുന്നതുകൊണ്ടാണ് പറയുന്നത്. കാരണം എന്താ വെച്ചാൽ സർവീസ് സെന്ററിൽ നമ്മൾ പരാതി പറഞ്ഞാൽ ആ വിഷയം പരിഹരിക്കപ്പെട്ട് കിട്ടുന്നില്ല. തിരിച്ചു വണ്ടി തരുമ്പോഴും അതിൽ പലതും പരിഹരിച്ചിട്ടില്ല. കൃത്യമായി ഞാൻ ഇതിന്റെ പേര് പറയാം, സർവീസ് സെന്ററിന്റെ പേര് ഞാൻ പറയുന്നില്ല. രണ്ടാമത്, നിങ്ങൾ കോൾ ചെയ്യുന്നുണ്ടല്ലോ, സർവീസ് സെന്ററിൽ കഴിഞ്ഞാൽ സർവീസ് സെന്ററിന് കോൾ ചെയ്യും, പിന്നെ ടാറ്റന്റെ കോൾ ചെയ്യും. രണ്ട് കോളിലും എന്ത് പറഞ്ഞിട്ട് നമ്മൾ പരാതി പറഞ്ഞിട്ട് നെഗറ്റീവ് പറഞ്ഞ ഒരു കാര്യമില്ല. ഓ ശരി എന്നാ അടുത്ത പ്രാവശ്യം മാറ്റം വരുന്നുണ്ടോ? ഒരു മാറ്റം വരുന്നില്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ടാറ്റ ഈ സർവീസ് സെന്ററിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ കസ്റ്റമേഴ്സ് കുറഞ്ഞുകൊണ്ടേയിരിക്കും, ഒരു സംശയം വേണ്ട. കാരണം ഇനി എനിക്കറിയാം ഈ വീഡിയോ കഴിഞ്ഞാൽ കമന്റ് വരുന്നത് കണ്ടോളൂ. നിങ്ങളുടെ സർവീസ് സെന്ററിന്റെ മോശം വിഷയങ്ങളെ കുറിച്ച് കമന്റ് നിരവധി വരും. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ നല്ലൊരു വണ്ടി നിങ്ങളുടെ കയ്യിലുള്ള ഈ പഞ്ചീവി നല്ല വണ്ടിയാണ്, ഒരു സംശയവും വേണ്ട, നല്ല വണ്ടിയാണ്. പക്ഷേ നിങ്ങളുടെ ഈ സർവീസുകൾ കൊണ്ടൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള പ്രതികരണം കൊണ്ടാണ് ആളുകൾ ഇതിൽ നിന്ന് മാറിപ്പോകാൻ വേണ്ടി തയ്യാറാവുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ സർവീസ് ഒന്ന് മെച്ചപ്പെടുത്തുക, കസ്റ്റമേഴ്സിനോട് നല്ല രീതിയിൽ പെരുമാറുക, പറഞ്ഞാൽ അതിന് ആ വർക്ക് ചെയ്തു കൊടുക്കുക. ഈ സർവീസ് സെന്ററിൽ കൊണ്ടുവന്ന് വെറുതെ കഴുകി കൊണ്ടുവരാനല്ല, വാട്ടർ സർവീസിനല്ല കൊണ്ടുവരുന്നത്, അതിന് കംപ്ലൈന്റ് തീർക്കാനാണ്. അപ്പൊ അതൊന്ന് ചെയ്തു കൊടുക്കുക. എത്ര കംപ്ലൈന്റുകൾ ഓരോരുത്തർ പറയുന്നത് സർവീസ് ഒരു കാര്യമില്ല എന്നാണ് പറയുന്നത്. ഇവരൊക്കെ ഒറ്റ കാര്യം മനസ്സിലാണെന്ന് അറിയോ, ഓലാരും ആദ്യമായി ടാറ്റ എടുക്കുന്ന ആൾക്കാരല്ല ഇപ്പോൾ ഉള്ള ആളുകൾ. ഈ കസ്റ്റമേഴ്സ് ഫസ്റ്റ് ടാറ്റ കസ്റ്റമേഴ്സ് അല്ല, അവർ മാരുതി പോലെ ഉണ്ടാവും, കിയയിൽ പോലെ ഉണ്ടാവും, ടയോട്ടയിൽ പോലെ ഉണ്ടാവും. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വളരെ മോശം പെരുമാറ്റം ഇവിടുന്ന് അല്ലെങ്കിൽ പ്രതികരണം ഇവിടുന്ന് കിട്ടുമ്പോൾ അവർ പ്രതികരിക്കും. ഇനി അവരെന്നെ ഇതൊക്കെ വീഡിയോ ഇട്ടിട്ട് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അപ്പൊ അതുകൊണ്ട് സർവീസ് ഒന്ന് ക്ലിയർ ചെയ്യാം. പിന്നെ കംപ്ലൈന്റ് ഉണ്ടോ എന്ന് പലരും പിന്നെ പറയാറുണ്ട്. എനിക്ക് കംപ്ലൈന്റ് ഉണ്ടായിട്ടില്ല ഞാൻ പറഞ്ഞു, ഇതുവരെ ഉണ്ടായിട്ടില്ല പറഞ്ഞു. പക്ഷെ ഇത്രയും ലേറ്റ് ഇതിമ കത്തുന്നുണ്ട് കണ്ടോളൂ. ഇത്ര ലേറ്റ് ഇതിമ ബഗ് വരാനുള്ളതാണ്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് വന്നുകൊണ്ടിരിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. പിന്നെ ബ്രാൻഡ് മാറുന്നവർക്ക് ബ്രാൻഡ് മാറാം. പക്ഷേ എന്റെ അഭിപ്രായത്തിൽ ടാറ്റ പഞ്ച് ഓക്കെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ കുടുംബത്തിലേക്ക് ഞങ്ങൾ പുതിയൊരു ടാറ്റ പഞ്ച് കൂടെ നാളെ ഡെലിവറി എടുക്കാൻ പോവുകയാണ്. കോഴിക്കോട് ഗോകുലത്ത് നിന്നാണ് ബുക്ക് ചെയ്തിട്ട് കുറച്ചായി. അപ്പോൾ ഞങ്ങൾ നാളെ എൻ്റെ പെങ്ങൾ ഇപ്പോൾ ഓടിക്കുന്ന വാഗണാറാണ്. അപ്പോൾ അവള് വാഗണാർ ഓട്ടോമാറ്റിക് ആണ്, അത് ഒഴിവാക്കി ഈ പഞ്ച് ഓടിച്ചപ്പോഴാണ് ഇതിന്റെ സുഖം അവൾക്ക് മനസ്സിലായത്. അപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഞാൻ പഞ്ച് എടുക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പഞ്ച് ബുക്ക് ചെയ്തു. അപ്പോൾ പഞ്ചീവി നാളെ പിന്നെ ഗോകുലത്ത് നിന്ന് ഡെലിവറി എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പഞ്ചീവിയെ വിശ്വസിച്ചുകൊണ്ട് തന്നെ അതിൽ തന്നെ തുടരുകയാണ്. എന്നാൽ ഈ പറഞ്ഞ പരാതികളൊക്കെ ഉണ്ട് കേട്ടോ. ഈ പറഞ്ഞ സർവീസിൽ ഇതിലൊക്കെ പ്രശ്നങ്ങളുണ്ട്. അതിനൊക്കെ നമുക്ക് ഫേസ് ചെയ്യാൻ മുന്നോട്ട് പോകുന്ന ധൈര്യത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.